ഇനി നമുക്ക് അതിലിനെടുത്ത എല്ലാ കല്ലും പിന്നെ അതിലിട്ട എല്ലാ ശംഖും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പം ഈ കല്ലെല്ലാം വൃത്തിയാക്കാൻ കുറച്ച് പണിയുണ്ട്. കാരണം അതിൽ ഉള്ള ശരീരെല്ലാം ആദ്യം നമ്മളെടുത്ത് മാറ്റണം. ഒരുപാട് നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായ ശംഖുകളുണ്ട് കേട്ടോ. അപ്പോ ആദ്യം നമുക്ക് ഈ ഷെല്ലുകൾ ഫുള്ള് എടുത്ത ശേഷം ഇപ്പം ഏകദേശം തീർന്നു. ഞാൻ കുറെ നേരം കൈയിട്ടെടുത്തു. ഇനി ഈ ഷെല്ലുകളെല്ലാം കൂടെ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ ആദ്യം കഴുകിയത് പൈപ്പിനത്തെ വെള്ളം വെച്ചിട്ടാണ്. അങ്ങനെ ചെയ്യരുത് ശരിക്കും. കാരണം അപ്പം നമ്മളെ പൈസ കൊടുത്ത് വാങ്ങിയ മീനുകളെല്ലാം ചത്തുപോകും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് അടുക്കളയിൽ പോയി കുറച്ച് കല്ലുപ്പെടുത്ത് കൊണ്ടുവരണം. എന്നിട്ടൊട്ടും പിശുക്ക് കാണിക്കാതെ കുറച്ചധികം വാരി ശരീരം അങ്ങോട്ടിടാം. അതിനുശേഷം നമുക്ക് കുടിക്കാൻ വെച്ച വെള്ളം എടുത്തിട്ട് ഈ ഷെല്ലിൽ ഇട്ട് നല്ലപോലെ കഴുകിയെടുക്കും. എന്നാൽ മാത്രമേ ഇതിടുമ്പോൾ നമ്മളുടെ മീനുകളൊന്നും ചത്തുപോകാതെ വളരെ നല്ലപോലെ ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ടാങ്കിലേക്ക് ഈ ഷെല്ലെല്ലാം കൂടെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കൈകൊണ്ട് വെക്കണമെന്നൊന്നുമില്ല. എല്ലാം മൂന്ന് താഴത്തേക്കൊന്ന് എറിഞ്ഞാൽ മതി. അപ്പം അതൊരു നല്ല പോലെ ഒരു നാച്ചുറൽ ഫീലിൽ അങ്ങോട്ട് ചെന്ന് നിന്നോളും. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ ഷെല്ലും എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ഇതിനടുത്ത് മാറ്റിയ മരവും ചെടിയുമൊക്കെ അതിൽ തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേ കാണാനൊരു രസമുണ്ടാവുള്ളൂ കൈസ്. അത് മെല്ലെ വെക്കുക, ഇല്ലെങ്കിൽ പാരറ്റ് നമ്മളുടെ കൈ കുത്തി പറിച്ചെടുക്കും. ഇതും വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു കോലമുണ്ട്. ഇനി ഈ കലങ്ങിയ വെള്ളമൊക്കെ ഒന്ന് വൃത്തിയായാൽ മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള ഒരു സാധനം നമുക്ക് മനസ്സിലാകത്തുള്ളൂ.